സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കർത്താവിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഈ സായാം സന്ധ്യ സമയത്ത് കർത്താവ് നമ്മളെ നോക്കി പറയുകയാണ്, മകനെ, നിന്റെ വേദനകളാണ് ഞാൻ യഥാർത്ഥത്തിൽ വഹിച്ചത്, നിന്റെ ദുഃഖങ്ങളാണ് എന്നെ മുറിപ്പെടുത്തിയത്. യേശുവേ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കുടുംബത്തിൻ്റെ അല്ലലുകളെയും അലച്ചിലുകളെയും എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവേ. യേശുവേ, അങ്ങൻ്റെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിലൂടെ കടന്നു വന്ന് എന്നെ അനുഗ്രഹിച്ചു, എന്നെ ശക്തിപ്പെടുത്തി, മകനായി മകളാക്കി എന്നെ മാറ്റി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തേങ്ങലുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളുണ്ട് കർത്താവേ. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ശരിക്കും സന്തോഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ദുഃഖങ്ങളാണ് പലപ്പോഴും എൻ്റെ കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ. എൻ്റെ മക്കളെ ഓർത്ത്, ഭർത്താവിനെ, ഭാര്യയെ ഓർത്ത്, വിദൂരത്തായിരിക്കുന്നവരെ ഓർത്ത് എപ്പോഴും ഞാൻ ഉത്കണ്ഠപ്പെടാറുണ്ട് കർത്താവെ. എന്നെപ്പറ്റിയല്ല എൻ്റെ ചിന്തകൾ, മറ്റുള്ളവരെ പറ്റിയാണ്, എൻ്റെ രക്തബന്ധത്തിലുള്ളവരെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് വിട്ടുകൊടുക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും യേശു ആത്മാവായിട്ട് കടന്നു വന്ന് സർക്കാരിയിലുള്ള അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ദിവ്യകാരുണ്യനായ യേശു നമ്മളെ ഓരോരുത്തരെയും നോക്കി അനുഗ്രഹിക്കാനാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് പറഞ്ഞാൽ മതി, യേശു നിശ്ചയമായിട്ടും നമ്മളെ സ്പർശിക്കും. പറയുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി പറയണം, പറയുമ്പോൾ കണ്ണീരോടെ പറയണം, പറയുമ്പോൾ ദുഃഖഭാരത്തോടെ നമുക്ക് പറയാം. യേശുവേ, അവിടുന്ന് എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നുണ്ടല്ലോ കർത്താവേ, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്നുണ്ടല്ലോ കർത്താവേ. യേശുവേ, ഇന്ന് കുടുംബത്തിൻ്റെതായ പ്രതിസന്ധിയിൽപ്പെട്ട് ഞാൻ ഉഴയുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ എന്നെ അലട്ടുന്നുണ്ട്, മക്കളുടെ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്, കുടുംബത്തിൻ്റെതായ ഭാരങ്ങൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ, കുടുംബിനി എന്ന നിലയിൽ കുടുംബത്തിൻ്റെതായ ഭാരങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. ഭർത്താവിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുശീലങ്ങൾ, മക്കളുടേതായ നടപ്പ്. യേശുവേ, പലപ്പോഴും എന്നെ ദുഃഖത്തിലാഴ്ത്തുന്നു, പ്രതിസന്ധിയിലാക്കുന്നു, പ്രയാസങ്ങളിലാക്കുന്നു. അതിലുപരിയായി എൻ്റെ രോഗങ്ങൾ, വിവിധ രോഗങ്ങളിൽപ്പെട്ട് എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ കുടുംബത്തെ മുന്നോട്ട് ചലിപ്പിക്കുവാൻ പറ്റാത്ത സാഹചര്യം എനിക്കുണ്ട്, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് കർത്താവേ. ഞാൻ ആരോട് പറയും എൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ? ആരോട് എൻ്റെ വിലാപങ്ങൾ ഞാൻ പറയും? ആരുടെ മുമ്പിൽ ഞാൻ കണ്ണുനീരൊഴുക്കും? പല രാത്രികളിലും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവേ. യേശുവേ, അങ്ങേക്കറിയാമല്ലോ, പല ധ്യാനങ്ങളിലും പ്രാർത്ഥനയിലും ആരാധനയിലുമൊക്കെ ഞാൻ പലപ്പോഴും അങ്ങയോട് പറയാറുണ്ട്, യേശുവേ, എൻ്റെ പ്രതിസന്ധിക്ക്, എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഇന്നിപ്പോൾ അങ്ങ് മനസ്സാകണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, മക്കളുടെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രതിസന്ധികൾ, അവരെ വേണ്ട രീതിയിൽ വളർത്തേണ്ടതായിട്ട് എനിക്കുണ്ട്. പക്ഷേ എൻ്റെതായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ഞാൻ ഉഴലുകയാണ്. എൻ്റെ ദുശീലങ്ങൾ വിട്ടുപേക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ഞാൻ തളർന്നു പോവുകയാണ് കർത്താവേ. എൻ്റെ ദുശീലങ്ങളിൽ ഉലഞ്ഞ് എൻ്റെ ശക്തി, ദൈവിക ജീവൻ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഈ പ്രലോഭനത്തിൽ നിന്നും എന്നെ ഈ നിമിഷം രക്ഷപ്പെടുത്തണമേ യേശുവേ. എൻ്റെ കുടുംബത്തെ നയിക്കുവാൻ പ്രതിസന്ധിയായി നിൽക്കുന്ന പ്രലോഭനങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് വിട്ടുതൽ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബനാഥൻ എന്ന നിലയിൽ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് കർത്താവേ. ദൈവമേ, രോഗങ്ങൾ എന്നെ അലട്ടുന്നു, കുടുംബത്തിൻ്റെതായ
ഏറ്റവും ഭാരിച്ചമായ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധികളെയും വിദേശത്തായിരിക്കുന്ന എൻ്റെ മക്കളുടെ പ്രയാസങ്ങളെയും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് കർത്താവേ. യേശുവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ മനസ്സ് തുറന്നു വയ്ക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് യേശുവേ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ എനിക്ക് ഇപ്പോൾ ഈ നിമിഷം നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു യുവാവായ, യുവതിയായ, ഒരു വിദ്യാർത്ഥിയായ എന്നെ അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവേ. അവിടെ നിന്റെ പഠനത്തെ, ഭാവിയെ നേർവഴിയിലൂടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയെ തരണമേ, സൽബുദ്ധി എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും വിധേയപ്പെടുവാനും എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളെയും പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ട വ്യക്തികളെയും തിരിച്ചറിയുവാനും സുബോധത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ യുവാവായി എന്നെ അനുഗ്രഹിക്കണമേ, യുവതിയായി എന്നെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥിയായി എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവേ, അവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വിലപിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. യേശുവേ, എൻ്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ഇന്നും നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ. യേശു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ഉത്തരം നൽകണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. യേശു അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കില്ലേ എന്ന് കർത്താവേ. പലപ്പോഴും ആ ബോധ്യം പാപം ചെയ്ത് കഴിയുമ്പോൾ, തിന്മ ചെയ്ത് കഴിയുമ്പോൾ, ഉത്കണ്ഠപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിലെ പ്രതിസന്ധിയിൽ പെട്ടുഴലുമ്പോൾ, ആകുലതയിൽ അതെല്ലാം നഷ്ടപ്പെട്ട് പലപ്പോഴും പോകുന്നു കർത്താവേ. എല്ലാ ആകുലതകളെയും ഉത്കണ്ഠകളെയും പ്രതിസന്ധികളെയും അപകർഷതയെയും എടുത്തു മാറ്റി യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്രയും പേരുണ്ട്, നന്നായിട്ട് ഉറക്കെ പ്രാർത്ഥിക്കുക കർത്താവിനോട്. ഉറക്കെ തന്നെ പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന കേൾക്കത്തക്ക രൂപത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോളുക, ധൈര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. യേശു നിങ്ങളുടെ മനസ്സ് തുറക്കുകയാണ്, യേശുവിന്റെ കൃപ ഒഴുകുകയാണ്. ധൈര്യമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ യേശുവിനെ കൂട്ടുകാരനായി കണ്ടുകൊണ്ട്, നാഥനായി കണ്ടുകൊണ്ട്, യേശുവിനെ രക്ഷകനായി കണ്ടുകൊണ്ട്, നിങ്ങളുടെ ദൈവമായി കണ്ടുകൊണ്ട്, യേശു ഇപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. യേശു ആത്മാവായി സർക്കാരിയിൽ ഇരുന്നു കൊണ്ട് അപ്പത്തിന്റെ രൂപത്തില് ദിവ്യകാരുണ്യനായ യേശു നിങ്ങളെ സുഖപ്പെടുത്തുവാൻ പോവുകയാണ്. അവൻ സുഖപ്പെടുത്തുവാൻ മതിയായവനാണ്. അവൻ നമ്മുടെ ഭാവങ്ങള്, നമ്മുടെ ഭാരങ്ങള്, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ സുഖപ്പെടുത്താനാണ് നിൽക്കുന്നവനാണ്. നിശ്ചയമായും യേശു നമ്മളെ അനുഗ്രഹിക്കുന്നു. സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിക്കണേ, നന്നായിട്ട് പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും നല്ല ഉറക്കെ പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, മറ്റുള്ളത് കേൾക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സ് തുറക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. ഉറക്കെ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ യേശുവല്ലാത്ത മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ യേശു സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ പ്രതിസന്ധികൾ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. മകനെ എന്ന് വിളിച്ചുകൊണ്ട്, മകളെ എന്ന് വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളി, യേശുവേ എന്ന് വിളി, യേശുവേ എന്ന് ഉറക്കെ വിളി. യേശു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ തിരുച്ചാട നിങ്ങളുടെ ശിരസിലൂടെ ഒഴുകുന്നു. യേശു നിങ്ങളെ മാറോട് ചേർത്ത് അനുഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഇതാ വാതിൽ ഞാൻ മുട്ടുന്നു, തുറന്നു തരിക എന്ന് പറയുന്നു. യേശുവിന്റെ ആത്മാവേ ഇവിടെ വ്യാപരിക്കണമേ. യേശുവിന്റെ ശക്തിയെ ഇവിടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ നാമമേ ഇവിടെ രോഗശാന്തി നൽകണമേ. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, അങ്ങയുടെ ആത്മാവിനെ വ്യാപരിക്കണമേ. യേശുവിന്റെ ശക്തി എല്ലാ ശക്തികളെക്കാൾ, എല്ലാ നാമങ്ങളെക്കാൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. രക്ഷപ്രാപിക്കുന്ന യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമം വിളിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമം വിളിച്ച് രോഗശാന്തി അനുഭവിക്കട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുപോട്ടെ. കൈകാലുകൾക്കുള്ള മരവിപ്പ്, ആത്മാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങള്, ജലദോഷം, തല
തലവേദന, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹൃദയത്തിന്റെ വാൽവുകൾക്ക് ശക്തി ലഭിക്കട്ടെ. കൂടെ കൂടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും രോഗാണുക്കളെയും യേശുവിന്റെ നാമത്തിൽ അട്ടി പുറത്താക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ രോഗശാന്തി അനുഭവിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് വീടന് കാഴ്ച കൊടുത്ത കർത്താവേ, പകർവാദ രോഗിയെ ഉയർപ്പെടുത്തിയ കർത്താവേ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, പത്രോസിന്റെ അമ്മായിമ്മയുടെ പനിയെടുത്ത് മാറ്റിയ കർത്താവേ, അങ്ങേക്ക് സാധ്യമാണല്ലോ. യേശുവേ, ഈ നിമിഷം അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ, അടയാളങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങളുള്ളവര് ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഒഴുകുന്നു, യേശുവിന്റെ ശക്തി ഒഴുകുന്നു. യേശു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. യേശു നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള അവയവങ്ങളെ തൊടുകയാണ്. ഉള്ളംകാല് മുതൽ ശിരസ് വരെയുള്ള എല്ലാ അവയവങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. രോഗബാധിതമായ എല്ലാ വിധത്തിലുള്ള അണുബാധകളെയും, എല്ലാ വിധത്തിലുള്ള ജീനുകളിലുള്ള മാറ്റത്തെയും, എല്ലാ വിധത്തിലുള്ള തളർച്ചകളെയും യേശു ക്രിസ്തു ഇതാ ഏറ്റെടുത്ത് സുഖപ്പെടുത്തുന്നു. വിശ്വസിക്കുക. യേശു സുഖപ്പെടുത്താൻ മതിയായവനാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവൻ സൗഖ്യം പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവൻ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടും. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ. ഓ കർത്താവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവേ, എന്നെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, രോഗശാന്തി കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ, അവിടുന്ന് തന്നെ തൊടണമേ. കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.